നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എന്താ സിറ്റുവേഷൻ എന്നും ആൻഡ് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, കാരണം അത് ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. ഓക്കെ, എപ്പോഴും നമ്മളുടെ കയ്യിൽ അതൊരു ഓപ്ഷൻ ഓപ്പൺ ആണ്, നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ ഗൈഡൻസ് കിട്ടുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് അറിയുന്നു ദാറ്റ് ഓക്കെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും അല്ലേ? നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ചിന്ത മാറും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറും. സോ ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചറും മാറും. അത് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. ഓക്കെ, ഫുള്ളി നമുക്ക് ചില കാര്യങ്ങൾ യെസ് എഴുതപ്പെട്ടിട്ടുണ്ട്, ചിലതുണ്ട് നമ്മൾ നിശ്ചയിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ നമുക്കുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഈ നിങ്ങളുടെ ചെറിയ ആക്ഷൻ, നിങ്ങളുടെ ഓരോന്നും കൊണ്ട് ദൈവം നിങ്ങൾക്ക് അവസരം കൂടി തരുന്നുണ്ട്. ദാറ്റ് ആ ഫ്യൂച്ചർ എന്താവണം എന്ന് നിങ്ങൾക്ക് കൂടി തീരുമാനിക്കാനുള്ള ഒരു അവസരം അവിടെ തരികയാണ്. ഓക്കെ, അപ്പം അതെപ്പോഴും ആ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ മീൻസ് അത് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാനാണ്. ഓക്കെ, ഓൾറെഡി നമുക്ക് വേണ്ടി ദൈവം നല്ലതായിരിക്കും എടുത്തു വെച്ചാൽ അതിനെ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുമെന്ന് എടുക്കാം. ഓക്കെ, എനിവേ ഇപ്പം നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ എന്താ നടക്കുന്നത്? ഹെൽത്തി ചോയ്സസ്, ബട്ടർഫ്ലൈ, സൺഗ്ലാസസ്, the Grim Reaper, Sword and Rose, Mirror, Coffee Cup, Healing Heart. ഓക്കെ, മെയിനായിട്ട് എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ നിങ്ങൾ സെൽഫ് ലവിൽ ഇരിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒന്ന് നിങ്ങളുടെ പേഴ്സൺ ഹെൽത്തി ചോയ്സസ്, അതായത് നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഇപ്പോൾ ഓക്കെ വേണ്ട ഇപ്പോഴത്തെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളെ തന്നെ കെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് മേ ബി സെപ്പറേഷൻ ആയിരിക്കാം, ഒരു ബ്രേക്കപ്പോ സെപ്പറേഷനോ വന്ന് കാണാം. ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ഒരു അകൽച്ച ഉണ്ടാവും. സെപ്പറേഷൻ ലൈക്ക് സംസാരിക്കുന്നില്ല, ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല, ബ്ലോക്കും ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ സെപ്പറേഷൻ, ടോട്ടൽ സെപ്പറേഷൻ അല്ലെങ്കിലും നിങ്ങളൊരു അല്പം മാറി നിൽക്കുന്നുണ്ടാവും. കുറച്ചായിട്ട് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഐ തിങ്ക് നിങ്ങൾ മടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യുകയാണ്, സെൽഫ് ലവ് ചെയ്യുകയാണ്, നിങ്ങളെ തന്നെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് മാറി നിൽക്കുന്നതായിട്ടാണ്. സെൽഫ് കെയർ, ബീങ് ഹാപ്പിയർ. ഓക്കെ, ഞാൻ പറയുന്നതല്ല കേട്ടോ, കാർഡ് പറയുന്ന. ഓക്കെ, മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് ഇൻ ലവ് ആൻഡ് ലൈഫ്, സെൽഫ് ലവ്, സെൽഫ് കെയർ, ബീങ് ഹാപ്പിയർ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് വരിക. ഓക്കെ, കാരണം വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് സമാധാനം, നമുക്കതെല്ലാം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെറുതെ സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സമാധാനമായിട്ട് ഇരിക്കുക ഇപ്പോൾ തൽക്കാലം. ഓക്കെ, സിറ്റുവേഷൻ ശരിയാവും. എനിവേ അത് കാണുന്നുണ്ട്, പറയാം. ഓക്കെ, ഇവിടെ ബട്ടർഫ്ലൈ കാണുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ, റിലേഷൻഷിപ്പ് ഇവോൾവിങ് ടു ദി നെക്സ്റ്റ് ഫേസ്, ഹീലിംഗ്, ദ ഇന്നർ ചൈൽഡ് ഗ്രോത്ത്. ഓക്കെ, ഇവിടെ ഹീലിംഗ് വരാനുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ, ചില കാര്യങ്ങൾ മാറാനുണ്ട്. ഐ തിങ്ക് ഞാൻ ഇന്നലെ പറഞ്ഞോന്നൊരു ഓർമ്മ എനിക്ക്. എനിവേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചെറിയ മാറ്റങ്ങൾ വരാനുണ്ട്. ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അവിടെ കറക്റ്റ് അല്ല, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരാനുണ്ട്. ഇവിടെ പേഴ്സണെ മനസ്സിലാക്കാനുണ്ടാവാം, നിങ്ങൾ ചിലത് മനസ്സിലാക്കാനുണ്ടാവും. ഒരാളുടെ ഭാഗത്ത് നമ്മൾ എപ്പോഴും ഫുൾ തെറ്റ് നമ്മൾ പറയുന്നില്ല. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും. കാരണം ചില ഇന്നർ ചൈൽഡ് ഹീലിങ്സ് നിങ്ങളും ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഉള്ളിലെ ചില പേടി, ഫിയേഴ്സ്, പേഴ്സൺ വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അവരെ ഇങ്ങനെ ക്ലിങ് ചെയ്ത് നിൽക്കാം. സോ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്ന തെറ്റുണ്ട് ഇല്ലേ? സോ അപ്പോൾ അത് നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത് സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. ഓക്കെ, സോ ഇത് നമ്മളെല്ലാവരും ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അവനവനെ ബെറ്റർ ആക്കാൻ പഠിക്കുക നമ്മൾ. ഓക്കെ, ഓരോ ദിവസവും നമുക്കൊരു സ്റ്റെപ്പാണ്, ലേണിംഗ് സ്റ്റെപ്പാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവനവനെ ബെറ്റർ ആക്കി കൊണ്ടുവരും. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരേണ്ട സമയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫോർമേഷൻ വരും. പക്ഷെ അതിനാദ്യം നിങ്ങളും മാറണം, പേഴ്സണും മാറാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാറി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിട്ടേക്കും, നിങ്ങൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യും, നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് വരും, സെൽഫ് വാല്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി മാറി വരും. ഒരു മാറ്റം വരേണ്ട സമയമാണ്, ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് ഇവിടെ. അത് നിങ്ങളിലാവാം, പേഴ്സണിലാവാം, സിറ്റുവേഷനിലാവാം, എല്ലാം ആവാം. ഓക്കെ, അതിൻ്റെ ഇവിടെ സൺഗ്ലാസസ് ആണ്, വാച്ചിങ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവർ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിർത്താം. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിയേക്കാം. ഓക്കെ, അവരെന്താ ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അവനവനിലേക്ക് നോക്കൂ. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്താൽ തന്നെ അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലൈക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാവണം. അല്ലാതെ സ്റ്റോക്ക് ചെയ്ത് ലൈക്ക് എങ്ങനെയാ അവർ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇത് ചെയ്യാണോ അങ്ങനെ ചിന്തിക്കാനില്ല. ഓക്കെ, കണ്ടിട്ട് ചിലത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഇവിടെ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അതും ആവാം, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തോന്നുന്നുണ്ടാവും പേഴ്സൺ എന്നെ വിട്ട് മാറി നിൽക്കുകയാണ്, പോയി അവരെന്നെ വിട്ടുപോയി, എൻ്റെ ഇത് പോയി, പക്ഷെ ഇനി ഇത് സിറ്റുവേഷൻ ശരിയാവുകയില്ല എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ഇവിടെ ഗ്രോ ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ് എന്നൊരു അഡ്വൈസ് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തൽക്കാലം നിങ്ങളെ ചൂസ് ചെയ്യും നിങ്ങൾ. ഓക്കെ, ആൻഡ് ഈ റിലേഷൻഷിപ്പ് അപ്പോഴേ ബെറ്റർ ആവുള്ളൂ, അങ്ങനെയും മനസ്സിലാക്കാം. നിങ്ങൾ അവനവനെ ചൂസ് ചെയ്ത് നിങ്ങളെ ബെറ്റർ ആക്കിയാൽ ഈ റിലേഷൻഷിപ്പിലും മാറ്റം വരും. ഓക്കെ, ആൻഡ് ഇവിടെ സോഡ് ആൻഡ് റോസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഐ തിങ്ക് അവിടെ ഒരു
റെവല്യൂഷൻസ് വരാനുണ്ട്. അതായത് നമ്മൾ ചില സിറ്റുവേഷൻ്റെ ശരിക്കും സത്യാവസ്ഥകൾ പറയില്ലേ, സത്യാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. തുറന്ന് പറച്ചിൽ ആവശ്യമുണ്ട്. അവരുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, എന്താ രണ്ടുപേർക്കും എന്താ വേണ്ടത് സിറ്റുവേഷനിൽ, അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ മേ ബി നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കാണാം. ആ പേരിലായിരിക്കും ചിലപ്പോൾ എൻ്റെ പോയത്. ഓക്കെ, സോഡ് ആൻഡ് റോസ് ആണ്. സോ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ അതിൻ്റെ അവിടെ നമ്മൾ ചില വാക്ക് തർക്കങ്ങളോ വഴക്കോ വന്നു കാണാം. ഓക്കെ, മേ ബി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നു കാണാം. അങ്ങനെയാവാം. മിററിങ് ഈച്ച് അതർ, സെൽഫ് ഇമേജ്, റിലേഷൻഷിപ്പ്, റിഫ്ലക്ട് ഓൺ വൂൺസ്. നിങ്ങളുടെ ഇത് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഗൈഡൻസ് മുഴുവൻ നിങ്ങൾ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കലി ബെറ്റർ ആവും. ഒരു നല്ലൊരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ നമ്മളത് അട്രാക്ട് ചെയ്യാൻ പാകത്തിന് ആണോ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ ബെസ്റ്റ് സെൽഫിലാണോ, അതോ എനിക്കൊരു വ്യക്തി എന്നെ വന്നാലേ ഞാൻ പൂർത്തിയാവുള്ളൂ എന്ന രീതിയിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു കോഡിപെൻഡൻസി മാത്രമായി പോകും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതും. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാം. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്ന, റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ പേടികളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതേ തന്നെയാണ് അവരും കാണിക്കുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ കോഫി കപ്പ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. സേവറിങ് ദ മൊമെന്റ്, ഫീലിംഗ് അപ്ലിഫ്റ്റഡ്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇത് ഫ്യൂച്ചർ എന്ന രീതിക്കാണ് ഇവിടെ ഓൾറെഡി കിട്ടുന്നത്. സിറ്റുവേഷൻ ആക്ച്വലി ഇപ്പം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ എൻഡിങ് ഒക്കെ ആണെങ്കിൽ, ഞാൻ വേറെ ഡെക്ക് എടുക്കാൻ നിന്നാണ്, പക്ഷേ ഇതിൽ തന്നെ ഫ്യൂച്ചർ ഉണ്ട്. ബട്ട് എനിവേ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സിറ്റുവേഷൻ ഐ തിങ്ക് സെപ്പറേഷൻ ആയിരിക്കാം, കുറച്ച് അകന്ന് നിൽക്കുന്നുണ്ടാവാം. ബട്ട് ഐ തിങ്ക് സൂൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു മീറ്റിങ്ങിന് വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് ചെയ്യും, കാണാൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പറയാം അവർ ദാറ്റ് ഓക്കെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, സംസാരിക്കാം എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹീലിംഗ് ഹാർട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വിഷമം നിങ്ങൾക്ക് മാറി കിട്ടും എന്ന രീതിയിലാണ്. ഓക്കെ, നമുക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്താ ആക്ഷൻ പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൺ എന്തായിരിക്കും ചെയ്യാൻ സാധ്യത. Nine of Pentacles. Okay, very nice. Knight of Pentacles. Wow. Queen of Swords. Four of Wands. Page of Pentacles. Wow. And ഇവിടെ Lovers card ഉണ്ട്. ഇവിടെ Lovers and Chariot and Strength. Wow. ഓക്കെ, ഇവിടെ ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, ഹീലിംഗ് ഹാർട്ട് സംഭവിക്കും തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വീണ്ടും ഡെവലപ്പായിട്ട് വരും. ഓക്കെ, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റാനുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ഇതിൽ പിക്ചർ വൈസ് എന്തെങ്കിലും എനിക്ക് പറയാൻ കിട്ടുന്നത്. ഓക്കെ, ഇതിവിടെ യൂണിവേഴ്സായിട്ട്, ഓക്കെ, ഇത് യൂണിവേഴ്സായിട്ട് തന്നെ ദൈവമായിട്ട് തന്നെ നിങ്ങളെ തമ്മിൽ വീണ്ടും ഒന്നിപ്പിക്കും. ഓക്കെ, ഒരു ലൈക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലെ പേടി, അവരുടെ ഉള്ളിലെ പേടി, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ കോഡിപെൻഡൻസി, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയിട്ട് ഒരു നല്ലൊരു ബന്ധം അവിടെ ഡെവലപ്പ് ആവും. ഓക്കെ, ഇവിടെ 9 of Pentacles ആണ്. സോ നിങ്ങൾ തമ്മിൽ ഒരു ലൈക്ക് എന്താണോ നിങ്ങൾ തമ്മിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അത് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് കിട്ടുന്നതായിട്ടാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്തതിൻ്റെയൊക്കെ ഫലം കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ആൻഡ് ഇവിടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, സോറി പറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്, അപ്പോളജി ചെയ്യും അവർ. എന്തെങ്കിലും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർ വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ആക്ച്വലി ഇത് സാധാരണ നമ്മൾ പറയാനുള്ളത് കുറച്ച് സ്ലോ മൂവിങ് എന്ന രീതിക്കാണ്. ബട്ട് ഐ തിങ്ക് ഇതിൽ അങ്ങനെ എനിക്ക് അവർ വരുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളോട് കുറച്ച് സമയം കൊടുത്തേക്ക്. ഐ തിങ്ക് നിങ്ങൾ നല്ലോണം അവർ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് അവരുടെ മുമ്പിൽ. ക്വീൻ ആയിട്ട് എടുക്കണമെന്നില്ല, കിങ് ആയിട്ടായാലും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ നല്ലോണം അവരോട് സ്ട്രോങ് ആയി നിന്ന് കാണാം. ഓക്കെ, പേഴ്സണിനോട് കുറച്ച് നിങ്ങൾ ലൈക്ക് വെട്ടി തുറന്ന കാര്യങ്ങൾ പറയാം, ആ രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണാം. ബട്ട് ഇവിടെ പേഴ്സൺ നിങ്ങളോട് സോറി പറഞ്ഞു വരും. ആക്ച്വലി ഈ 2 കാർഡും കൂടി നോക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതായിട്ടാണ് കേട്ടോ. ഇതൊരു കോയിൻ കൊടുക്കുന്ന പോലെയാണ്. ഇത് കൊടുക്കാൻ വരുന്നുണ്ട്, ഇത് കൊടുത്തു എന്ന രീതിക്കാണ്, കൊടുക്കുന്നു എന്ന രീതിക്കാണ്. സോ യെസ്, നിങ്ങളോടൊരു സോറി പറഞ്ഞു വരും, ഒരു മെസ്സേജ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളോട് ആ കെയർ കാണിക്കുന്ന തരത്തിൽ വരും അവർ. ഇവിടെ കമ്മിറ്റ്മെൻ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു ഫാമിലി, ഹാപ്പി ലൈഫ്, ഹാപ്പി ഫ്യൂച്ചർ എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. കാണാൻ വരാനുള്ള സാധ്യതകളുണ്ട്, മീറ്റിങ്ങിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, അവർ നിങ്ങളെ ലൈക്ക് അവർക്ക് വേണം നിങ്ങളെ, അവർ ചൂസ് ചെയ്യും നിങ്ങളെ എന്ന് പറയാം. അവർ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും. അവരുടെ ലൈഫിൽ ഇപ്പോൾ 2 വ്യക്തി, ഇപ്പോൾ എന്തെങ്കിലും തേർഡ് പാർട്ടി എനർജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, അവർ മനസ്സിൽ അവർ ഉറപ്പിക്കും ദാറ്റ് യെസ് എനിക്ക് വേണ്ടത് ഇന്ന കാര്യമാണ്, നിങ്ങളെയാണ് എന്ന്. അത് ഉറപ്പിച്ചിട്ട് അവരതിനു വേണ്ടി അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാവും. ഇതിവിടെ ഈ പേഴ്സൺ ഇവരെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെയാണ്, അതായത് ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു ഡയറക്ഷൻ പറയുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ഡെവലപ്പ് ആവും, സ്ട്രെങ്തൻ ആവും എന്ന് പറയാം. അതായത് സിറ്റുവേഷൻ ഡെവലപ്പായിട്ട് കുറച്ചുകൂടി അടുപ്പവും നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ബോണ്ട് വരും എന്ന രീതിക്ക് എടുക്കാം.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻസ് ചിലത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാവും എന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവർ ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി. ആദ്യത്തെ സ്റ്റെപ്പ് പക്ഷേ ഐ തിങ്ക് ഒരു സോറി പറഞ്ഞ് വരലായിരിക്കാം. ഓക്കെ, പേഴ്സൺ അവരെ തെറ്റുകൾ റിയലൈസ് ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, ഇപ്പോൾ അവർ ഐ തിങ്ക് വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ് ആണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് അവർ കാത്തിരിക്കുകയാണ്. ചില കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും മാറുന്നുണ്ട്, ഐ തിങ്ക് നിങ്ങളും മാറാനുണ്ട് ചില കാര്യങ്ങൾ. സോ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹീലിംഗ് ഹാർട്ടാണ് എനിക്ക് കണ്ടത്. നിങ്ങളെ ചൂസ് ചെയ്യുമെന്ന രീതിക്കാണ് കണ്ടത്. ഓക്കെ, മീറ്റിങ്ങിന് തീർച്ചയായും ഐ തിങ്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കേണ്ട. ഇപ്പോൾ തൽക്കാലം പേഴ്സൺ വരും, സംസാരിക്കും എന്ന രീതിയിലുള്ള എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കത് പ്രതീക്ഷിക്കാം, വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.